അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് DME 1 മൊഡ്യൂൾ 1 തന്നെ തിയറി ടോപ്പിക്സ് ആണ്. പ്രോബ്ലത്തിലൂടെ നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അടുത്ത പോയിസൺസ് റേഷ്യോ. പോയിസൺസ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ് പോയിസൺസ് റേഷ്യോ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്ട്രെയിൻ ഇൻ ലാറ്ററൽ ഡയറക്ഷൻ ടു സ്ട്രെയിൻ ഇൻ ലീനിയർ ഡയറക്ഷൻ. ഓക്കെ, അതായത് ഇന്ന് കുറച്ച് എഴുതിയിട്ടുണ്ട്. വെൻ എ ബാർ ഈസ് സബ്ജക്ട് ടു എ സിമ്പിൾ ടെൻസൈൽ ലോഡിംഗ് ദർ ഈസ് ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലോഡ് ബട്ട് ഡിക്രീസ് ഇൻ ദി ലാറ്ററൽ ഡയമെൻഷൻ. അപ്പോൾ അതായത് ഒരു ടെൻസൈൽ ലോഡിംഗ് കൊടുക്കുമ്പോൾ രണ്ട് വേരിയേഷൻ ഉണ്ടാകുന്നത്. ഒന്ന് ലെങ്ത് കൂടും, പിന്നെ ഏരിയ കുറയും. അപ്പോൾ അവിടെ രണ്ട് ടൈപ്പ് സ്ട്രെയിൻ ഉണ്ട്. ലീനിയർ സ്ട്രെയിൻ ഉണ്ട്, ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ട്. ലീനിയർ ഡയറക്ഷനിൽ ലെങ്ത് കൂടും, ലാറ്ററൽ ഡയറക്ഷനിൽ പറയുന്നത് ഏരിയ കുറയുന്നു. അപ്പോൾ ലീനിയർ സ്ട്രെയിൻ്റെയും ലാറ്ററൽ സ്ട്രെയിൻ രണ്ട് കാര്യം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പോയിസൺസ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ? റേഷ്യോ ഓഫ് ലാറ്ററൽ ടു റേഷ്യോ ഓഫ് ലീനിയർ. അപ്പോൾ അതും നമ്മുടെ ഡേറ്റാ ബുക്കിലുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റാ ബുക്കിൻ്റെ കാര്യങ്ങൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ ഏതാണെന്നുള്ള കറക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാവും. പേജ് നമ്പർ 11 കണ്ടോ? ഇതിനകത്ത് പറയും, ഈ ക്വസ്റ്റ്യനകത്ത് പറയും ചിലപ്പം അത് ബ്രാസ് ആണ്, അല്ലെങ്കിൽ അലൂമിനിയം അലോയ് ആണ്, അപ്പം ലെഡാണ്, കോപ്പറാണ് എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ മോഡുലസ് ഓഫ് യങ്സ് മോഡുലസ് ഓഫ് റിജിഡിറ്റി, പോയിസൺ റേഷ്യോ ഒന്നും ക്വസ്റ്റ്യന് തരത്തില്ല. സാധാരണ തരുന്ന പോലെ ക്വസ്റ്റ്യൻ അത്ര കംപ്ലീറ്റ് ഒന്നും അറിയത്തില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും, കുറേ കാര്യങ്ങൾ ഡേറ്റ ബുക്കിനകത്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം നോക്കി ഇന്നത്തെ പോയിസ് ഇപ്പം ക്വസ്റ്റ്യൻ എന്ന് പറയാം അലൂമിനിയം അലോയ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിസൺ റേഷ്യോ എത്ര എടുക്കണം? 0.334 എടുക്കണം. അതിൻ്റെ യങ്സ് മോഡുലസ് എത്ര എടുക്കണം? 710 മെഗാ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എടുക്കണം. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് റിജിഡിറ്റിയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ മെറ്റലിൻ്റെയും അതിൻ്റെ കറസ്പോണ്ടിങ് യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, പോയിസൺസ് റേഷ്യോ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി വെക്കുക. ഇപ്പം നമ്മൾ ഈ ഒരു ഫ്രണ്ട് പേജ് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ കിടക്കുന്നുണ്ട് കണ്ടോ. എന്നാലും അത്ര ഡീറ്റെയിൽഡായിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിത് നോക്കി വെക്കണം, എന്തൊക്കെ എവിടെയൊക്കെ കിടപ്പുണ്ടെന്ന് നമുക്കൊരു ഐഡിയ വേണം. പെട്ടെന്ന് നോക്കുമ്പോൾ അല്ല ഇൻഡെക്സിനകത്ത് നോക്കി മൊത്തം ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഒരു മെയിൻ ഹെഡിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇക്വേഷൻ വൈസ് ഫുള്ള് കൊടുത്തിട്ടില്ല. പിന്നെ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവരും പണ്ട് മുതലേ പഠിക്കുന്ന ഒരു ഡയഗ്രമാണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേന് നോക്കിയേ, ആദ്യമേ എക്സ് ആക്സിസിൽ സ്ട്രെയിനും വൈ ആക്സിസ് സ്ട്രെസ്സും കൊടുക്കുന്നു. ഇനിഷ്യലി സ്ട്രെസ് കൊടുക്കുമ്പോൾ സ്ട്രെയിനും കൂടുന്നത്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ പ്രൊപ്പോർഷനല്ല. എവിടം വരെ പ്രൊപ്പോർഷനാ? ഈ പി എന്ന് പറയുന്ന പോയിന്റ് വരെ സ്ട്രെസ് സ്ട്രെസ്സിനനുസരിച്ച് ആനുപാതികമായിരിക്കും സ്ട്രെയിനും കൂടുന്നത്. അപ്പോൾ ആ പോയിന്റ് വരെ ഹുക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ആ പി എന്ന് പറയുന്ന പോയിന്റ് വരെ, അതാണ് എന്താ പറയുന്നത്, പി വരെയാണ് നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. അതുവരെയാണ് ഹുക്സ് ലോ ഒബേ ചെയ്യുന്നത്. പി വരെ എന്തായാലും ഇലാസ്റ്റിക് ആയിരിക്കും ആ ഒരു മെറ്റൽ. കാരണം പി വരെ നമ്മുടെ സ്ട്രെസ്സിന് പ്രൊപ്പോർഷണലായിരിക്കും സ്ട്രെയിൻ ഉണ്ടാകുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ലോഡ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്രീവിയസ് ഷേപ്പിലോ സൈസിലോട്ട് തിരിച്ചു വരും, പി എന്ന് പറയുന്ന പോയിന്റ് വരെ. ഇനി ഇ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? പി വരെയേ ഹുക്സ് ലോ ഒബേ ചെയ്യത്തുള്ളൂ, പക്ഷേ ഈ വരെ എലാസ്റ്റിക് ലിമിറ്റാണ്. അതായത് നമ്മൾ ലോഡ് പി കഴിഞ്ഞ് ഈ വരെ ലോഡ് ചെയ്താൽ പോലും എന്തായിരിക്കും, ഈ ലോഡ് എടുത്ത് മാറ്റി കഴിയുമ്പം തിരിച്ച് അതിൻ്റെ പ്രീവിയസ് സൈസിലും ഷേപ്പിലോട്ടും വരാൻ പറ്റും. അപ്പോൾ ഈ വരെ എന്തുമായിരിക്കും? എലാസ്റ്റിക് ലിമിറ്റ്. അതായത് മെറ്റീരിയൽ എലാസ്റ്റിസിറ്റി എന്ന ബിഹേവിയർ വിടത്തില്ല. ഈ കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഈ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ പ്രൊപ്പോർഷൻ ആയിരിക്കത്തില്ല. അപ്പോൾ ചെറിയൊരു സ്ട്രെസ്സിന് തന്നെ വലിയൊരു സ്ട്രെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഈ എന്ന് പറയുന്ന പോയിന്റ് കഴിയുമ്പോൾ. ഈ എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പോയിന്റാണ് എ എന്ന് പറയുമ്പോഴത്തേന് A marks the end of the elastic state and initiation of plastic state. അതായത് എ എന്ന് പറയുന്ന പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ആ പോയിന്റിന് ശേഷം പിന്നെ നമ്മുടെ കൊടുത്ത് ലോഡ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതൊരിക്കലും അതിൻ്റെ ഒറിജിനൽ സൈസിലും ഷേപ്പിലോട്ട് തിരിച്ചു വരത്തില്ല. അപ്പോൾ ആ എ എന്ന് പറയുന്ന പോയിന്റാണ് എലാസ്റ്റിക് സ്റ്റേറ്റിൻ്റെ എൻഡ്. എ എന്ന് പറയുന്ന പോയിന്റ് മുതലാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റി എന്ന പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന പോയിന്റ് കൂടെയാണ്.
അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴത്തേന് രണ്ട് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ഉണ്ട്. ഒന്ന് ഏന്ന് കഴിയുമ്പോഴത്തേന് എ എന്ന് പറഞ്ഞ പോയിന്റ് അച്ചീവ് ചെയ്ത് കഴിയുമ്പം എന്താ സംഭവിക്കുന്നത്? സ്ട്രെസ് കുറവല്ലേ. ഇപ്പം ഇനിഷ്യലി എ എന്ന് പറഞ്ഞ പോയിന്റ് ഇത്രയും സ്ട്രെസ് ഉണ്ടായിരുന്നു, ഈ പോയിന്റ് എന്തുവാ സ്ട്രെസ് കുറവാണ്. എന്തായത് എന്തുവാ, അധികം ഫോഴ്സ് ഒന്നും അധികം സ്ട്രെസ് ഒന്നും കൊടുക്കാതെ തന്നെ ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് സ്ട്രെയിൻ ഇവിടെ ഉണ്ട്. അത് കണ്ടോ, ഇത്രയും സ്ട്രെയിൻ ഇവിടെ ഉണ്ടാവുന്നത്. പക്ഷേ ഫോഴ്സ് എന്തുവാ, ഇത്രയും സ്ട്രെസ് ഇവിടെ ഉണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്തുവാ, എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അധികം സ്ട്രെസ് ഒന്നും കൊടുക്കാതെ തന്നെ ഒരു കൺസിഡറബിൾ സ്ട്രെയിൻ അവിടെ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നു. അപ്പോൾ രണ്ട് ഈൽഡ് ലിമിറ്റ് ഉണ്ട്. അതിനകത്ത് ഹയർ പോയിന്റിനെ പറഞ്ഞവരാണ് അപ്പർ ഈൽഡ് ലിമിറ്റ്, ആ ലോവർ പോയിന്റിനെ പറഞ്ഞതാണ് ലോവർ ഈൽഡ് ലിമിറ്റ്. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ആ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് ഗ്രൂപ്പിനകത്ത് ഇടുകയും ചെയ്തേക്കാം. ഓക്കെ. പിന്നെ ആഫ്റ്റർ ലോവർ ഈൽഡ് ലിമിറ്റ് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? എസ് എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? അതായത് ഇതാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. അതായത് ആ എസ് എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിലെ ഏറ്റവും ഉയർന്ന പോയിന്റ്. അതാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ആ ഒരു അതായത് നമുക്ക് നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം സ്ട്രെങ്ത് ആണ് എസ്. അതിൽ കൂടുതൽ ലോഡ് കൊടുത്തിട്ട് സംഭവിക്കും, അത് ഫ്രാക്ചർ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ആ എസ് എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടുതൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നെക്കിങ് സംഭവിച്ചു. നെക്കിങ് എന്ന് വെച്ചാൽ എന്താ, അതിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ടായിട്ട് ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു സ്പെസിമെൻ ഫ്രാക്ചർ ആവാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ ബി എന്ന് പറയുന്നത് ബ്രേക്കിംഗ് സ്ട്രെസ് ആണ്. അതായത് എസ് എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഒരു ഡയഗ്രത്തിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഇതാണ് മാക്സിമം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തോ എടുക്കും, അവിടെ നെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു സ്പെസിമെൻ ഫെയിൽ ആവാനുള്ള ചാൻസ് ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എൻ്റെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളുടെ സ്ക്രീനിനകത്ത് കാണാം. പിന്നെ ഡീറ്റെയിൽഡ് നോട്ട്സ് ഞാൻ ഗ്രൂപ്പിനകത്ത് ഇടുന്നുണ്ട്, പിന്നെ ലിൻവേസിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതാണ് എലാസ്റ്റിക് ലിമിറ്റ് എന്താണ്, ഈൽഡ് ലിമിറ്റ് എന്താണ്, അപ്പർ ഈൽഡ് പോയിന്റ് എന്താണ്, ലോവർ ഈൽഡ് പോയിന്റ് എന്താണ്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്താണ്, അതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പണ്ട് +2 തൊട്ടേ പഠിക്കുന്നത്, കൂടുതൽ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത്രയും പറഞ്ഞ് നിർത്തുവാണ്. പിന്നെ റപ്ചർ സ്ട്രെങ്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു. റപ്ചർ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ബ്രേക്കിംഗ് സ്ട്രെസ് ആണ്, അല്ലെങ്കിൽ ബ്രേക്കിംഗ് സ്ട്രെങ്ത് ആണ് റപ്ചർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ടേം എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് റെസിലൻസ്, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഈ റെസിലൻസ് ഓഫ് എ മെറ്റീരിയൽ ഇസ് എബിലിറ്റി ടു അബ്സോർബ് എനർജി വിത്തൗട്ട് ക്രിയേറ്റിംഗ് എ പെർമനൻറ്റ് ഡിസ്റ്റോർഷൻ. അതായത് നമ്മുടെ എലാസ്റ്റിക് ലിമിറ്റ് വരെ മാത്രമല്ലേ ഉള്ളൂ പെർമനൻറ്റ് ഡിസ്റ്റോർഷൻ ഇല്ലാത്തത്. അതായത് ഒ എന്ന് പറയുന്ന പോയിന്റ് മുതൽ പി എന്ന് പറയുന്ന പോയിന്റ്, ആ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാകും. ഒ എന്ന് പറയുന്ന പോയിന്റ് മുതൽ പി വരെ മോഡുലസ് ഓഫ് റെസിലൻസ് മീൻസ് ദ വർക്ക് ഡൺ ഓൺ എ യൂണിറ്റ് വോളിയം ഓഫ് ദ മെറ്റീരിയൽ ആർ ദ ഫോഴ്സ് ഗ്രാജുവലി ഇൻക്രീസ്ഡ് ഫ്രം ഒ മുതൽ പി വരെ. ആ ഒരു ഇതിനകത്ത് വരുന്ന എനർജിയാണ് മോഡുലസ് ഓഫ് റെസിലൻസ്, അല്ലെങ്കിൽ എബിലിറ്റി ടു അബ്സോർബ് എനർജി വിത്തൗട്ട് ക്രിയേറ്റിംഗ് പെർമനന്റ് ഡിഫോർമേഷൻ. പെർമനന്റ് ഡിഫോർമേഷൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? പി എന്ന് പറയുന്ന പോയിന്റ് മുതലാണ് ഉണ്ടാകുന്നത്. ഓക്കെ. ഇനി മോഡുലസ് ഓഫ് ടഫ്നെസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടഫ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? മൊത്തം, അതായത് നമ്മുടെ മെറ്റീരിയൽ ബ്രേക്ക്, അതായത് ഫെയിലിയർ ആവുന്നതിനും വരെ എത്ര മാത്രം എനർജി അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മോഡുലസ് ഓഫ് ടഫ്നെസ്. വർക്ക് ഡൺ ഓൺ എ യൂണിറ്റ് വോളിയം ഓഫ് ദ മെറ്റീരിയൽ ആർ ദ ഫോഴ്സ് ഗ്രാജുവലി ഇൻക്രീസ് ഫ്രം ഒ ടു ബി. ഒ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും, ആ ഒരു ഫിഗർ നോക്കിയാൽ മതി. സ്ട്രെസ് സ്ട്രെയിൻ കർവിനകത്ത് ഒ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് നമ്മുടെ ഒറിജിനൽ ഗ്രാഫിൻ്റെ, ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് സ്ട്രെയിൻ പോയിന്റ് ആണ്. അപ്പോൾ ഒ മുതൽ ബി വരെ എത്രമാത്രം എനർജി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് മോഡുലസ് ഓഫ് ടഫ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കാൽക്കുലേറ്റഡ് ബൈ ഏരിയ
ഏരിയ അണ്ടർ ദി എൻറ്റയർ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, അതായത് O മുതൽ B വരെ എന്ന് പറയുമ്പോഴത്തേന് ആ സ്ട്രെസ് സ്ട്രെയിൻ കർവ് മൊത്തത്തിൽ കവർ ചെയ്യുന്നുണ്ടോ. അപ്പോൾ മൊത്തം വരുന്ന ഏരിയ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു മോഡുലസ് ഓഫ് ടഫ്നെസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ടഫ്നെസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ടഫ്നെസ് ഈസ് എബിലിറ്റി ടു അബ്സോർബ് എനർജി വിത്തൗട്ട് കോസിങ് ബ്രേക്ക്. അതായത് ഒരു മെറ്റീരിയൽ ബ്രേക്ക് ആവുന്നിടം വരെ എത്രമാത്രം എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ടഫ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് ഞാൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് ചെറിയൊരു ഫോഴ്സ് കൊടുത്താലൊന്നും ബ്രേക്ക് ആവത്തില്ല. ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ തിരിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും, തിരിച്ച് അതിൻ്റെ നോർമൽ പൊസിഷനിൽ വരുന്നുണ്ടോ, ബെൻഡ് ആവുന്നു. പക്ഷേ ഫോഴ്സ് എടുത്ത് തിരിച്ചു വരുന്നത് എലാസ്റ്റിക് ലിമിറ്റാണ് ഉണ്ടോ. പക്ഷെ കുറച്ചും കൂടെ കൂട്ടുക. വേണമെങ്കിൽ ഞാൻ എക്സാമ്പിൾ ഇട്ട് കാണിച്ചു തരാമായിരുന്നു. ഉണ്ടോ, ചെറിയൊരു ഫോഴ്സ് എടുക്കുമ്പോൾ ആവോ ഇല്ല, ഫോഴ്സ് കൂട്ടുന്നു. ഉണ്ടോ, ഇപ്പം ഇത് മൊത്തം തിരിച്ചു വരുന്നില്ല. അന്ന് ചെറിയൊരു പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ വന്ന് പിന്നെ ഫോഴ്സ് കൂട്ടി ഉണ്ടോ. ഇതിപ്പം എലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു കണ്ടോ. ഇത് ഫോഴ്സ് എടുത്ത് മാറ്റിയിട്ട് തിരിച്ച് നോർമൽ പൊസിഷനിലോട്ട് വരുന്നില്ല. അതേസമയം ഇത് കണ്ടോ, ഫോഴ്സ് കൊടുത്ത് തിരിച്ച് മാറ്റിയപ്പോൾ നോർമൽ പൊസിഷനിൽ വന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ഫോഴ്സ് കൊടുത്ത് ഇത് ഒടിഞ്ഞു പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ ഒടിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന ആ ഒരു പോയിന്റ് ആണ് B എന്ന് പറയുന്നത്. ആ അത്രയും ഫോഴ്സ് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് പൊട്ടത്തുള്ളൂ. അപ്പോൾ ആ ടഫ്നെസ് എന്ന് പറയുന്ന എനർജി എന്ന് പറയുമ്പോഴത്തേന് എത്രമാത്രം ഫോഴ്സ് അല്ലെങ്കിൽ എത്രമാത്രം എനർജി ഈ ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിന് അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ടഫ്നെസ് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.